ഗ്രീനിഫൈ ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന ഈ 4 കളർ വേസിലുള്ള ഈ പ്ലാന്റിൻ്റെ പേരെന്ന് പറയാമോ? അപ്പോൾ ഇതിൻ്റെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിനെ പരിചയപ്പെടാം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ പ്ലാന്റിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണെന്ന്, ഇത് എപ്പോഴും ഫ്ലവർ കിട്ടുന്നൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം, അതാണ് വിഷയം. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഫ്ലവർ ഉണ്ടാവും. ശരിക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള ഇലകളൊക്കെ കരിഞ്ഞ് മാറുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതിന് 3-4-5 കളർ വേസ് എൻ്റെ കയ്യിലുണ്ട്. നല്ല അടിപൊളി പ്ലാന്റാണ്. ഇത് എപ്പോഴും ഫ്ലവർ കിട്ടുന്നതാണ്. പക്ഷേ നമുക്കിത് തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കിളിക്കുന്നതാണ്. പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ ശല്യം എന്ന് പറഞ്ഞാൽ വെള്ളീച്ചയാണ്. വെള്ളി ശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഇങ്ങനെ ഉണങ്ങി വീഴുന്നതെല്ലാം ചിലർക്ക് അറിയാൻ വയ്യ. ചിലർ പറയും പ്ലാന്റ് നശിച്ചു പോയെന്നൊക്കെ പറയും. പക്ഷേ നശിച്ചു പോകുന്ന കാരണം ഏറ്റവും കൂടുതൽ വെള്ളീച്ച ബാധിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പേരൊന്ന് പ്രത്യേകം പറയണേ, ഇതെന്തുവാണെന്ന് പ്ലാന്റിൻ്റെ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഇതിൻ്റെ പേരെന്തുവാണെന്ന്. അപ്പോൾ ഇതിൻ്റെ 2-3-5 കളറുണ്ട്, 4-5 കളർ. പിന്നെ വെള്ളയുണ്ട്, വേറൊരു കളറുണ്ട്, കടിൻ റെഡുണ്ട്. ഈ പ്ലാന്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്നാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കളറ്, അതിലൊക്കെ ഇഷ്ടപ്പെട്ട കളർ ഇതാണ്. അപ്പം നമ്മൾ തണ്ടുകൾ ഒടിച്ചു കുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒടിച്ചു കുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യം, ആദ്യം ഒടിച്ചു കുത്തുമ്പോൾ വെയിലത്ത് വെച്ച് തന്നെ ഒടിച്ചു കുത്തി വെക്കുക. വെയിലത്ത് വാടുമെന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ അത് കിളിച്ച് വന്നോളൂ. വെള്ളം ഒഴിക്കാൻ മറക്കരുത്. വെള്ളം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് തുള്ളിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. പ്ലാന്റ് പെട്ടെന്ന് കിളിച്ച് വരും. നമ്മൾ തണലത്ത് കൊണ്ടുവെക്കായിരുന്നു വെച്ചാൽ മതി കിളിക്കുന്നതിന്. ഏത് പ്ലാന്റും കിളിപ്പിക്കുന്നതിന് എപ്പോഴും നല്ലത് വെയിലത്ത് തന്നെ വെക്കുന്നതാണ്. വലിയ വെയിലത്തല്ല, ഒരു ഇളം വെയിലത്ത് വെച്ച് തന്നെ പ്ലാന്റ് കിളിപ്പിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിൻ്റെ വേറൊരു കളറാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതെനിക്ക് ഒത്തിരി നാൾ കൊണ്ടേ ഉണ്ട് ഈ പ്ലാന്റ്. ഒത്തിരി ഹൈറ്റിലായി ഈ പ്ലാന്റ്. അപ്പോൾ ഹൈറ്റ് വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്ലവർ കഴിയുമ്പോൾ തണ്ട് കട്ട് ചെയ്ത് വിടുക. നമ്മൾ ഫ്ലവർ കഴിയുമ്പോൾ ആ ഭാഗത്ത് പിന്നെ അടുത്ത എത്തുണ്ട് ഇതുപോലെ പുതിയ എത്തുകൾ കിളിച്ച് വരും. മഴയത്തിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവറെല്ലാം പൊഴിഞ്ഞു പോകും. മഴയത്തിരുന്ന് കഴിഞ്ഞാൽ അതാണ് വിഷയം. മഴവെള്ളം വീഴാതെ നമ്മൾ ഒരു സൈഡിലോട്ടൊക്കെ മാറ്റി വെക്കാമെങ്കിൽ, വെയിൽ കിട്ടുന്ന ഏരിയ വെക്കാമെങ്കിൽ ശരിക്കും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. എപ്പോഴും ഫ്ലവർ കിട്ടും. കണ്ടാൽ നമ്മൾ തെറ്റിപ്പൂ ലുക്കാണ്. കണ്ടു കഴിഞ്ഞാൽ തെറ്റിപ്പൂവിന് പോലെ കൊലകുത്തി പൂക്കളുണ്ടാവും ഈ പ്ലാന്റിന്. അത് അടുത്ത ഞാൻ റെഡാണ്. റെഡ് ഞാൻ ഇപ്പോൾ കാണിക്കും. കളറുണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് റെഡ്. കണ്ടില്ലേ എന്ത് രസമുണ്ട് കാണാനല്ലേ? നല്ല രസമുള്ള പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത ഞങ്ങൾ എപ്പോഴും ഫ്ലവർ കിട്ടുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും വലിയ പ്രത്യേകത ബെറ്റർ. അപ്പോൾ ഈ പ്ലാന്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഈ പ്ലാന്റൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ പ്ലാന്റിൻ്റെ പേരെന്ത് വേണമെന്നുണ്ടെന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇടണേ.